ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് പയോജനിക് ഇൻഫെക്ഷൻസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പയോജനിക് ഇൻഫെക്ഷൻസ് എന്നുള്ളതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് ദ ഫോളിക്കുലൈറ്റിസ് അല്ലെങ്കിൽ ഫുറങ്കിൾസ്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ബോയിൽസ്, ദെൻ കാർബങ്കിൾസ്. ഇത് ഇത്രയും ഈ ഫോളിക്കുലൈറ്റിസ്, ഫുറങ്കിൾസ് ആൻഡ് കാർബങ്കിൾസ് ഇത്രയും മെയിൻ ആയിട്ടുള്ള ഡിസീസസ് കോസ് ചെയ്യുന്നത് സ്റ്റാഫ് ഓറിയസ് ആയിരിക്കും. ദെൻ ഇംപെൻഡിഗോ പയോഡെർമ, ഇത് രണ്ടും മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് സ്ട്രെപ് പയോജിൻസ് ആൻഡ് സ്റ്റാഫ് ഓറിയസ് ആയിരിക്കും. ദെൻ എറിസിപ്പിൾസ് പറഞ്ഞ ഡിസീസ് കോസ് ചെയ്യുന്നത് സ്ട്രെപ് പയോജിൻസ് ആയിരിക്കും. ദെൻ സെല്ലുലൈറ്റിസ്, ഇറ്റ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ സ്ട്രെപ് പയോജിൻസ്, ഹ്യൂമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, ക്ലോസ്ട്രീഡിയം ആൻഡ് എറിസിഫ്ലോത്രിക്സ്. അത്രയാണ് സെല്ലുലൈറ്റിസ് കോസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ക്ലോസ്ട്രീഡിയം കോസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് സെല്ലുലൈറ്റിസ് ആണെങ്കിൽ കറക്റ്റിൽ പറയുന്നത് അനറോബിക് സെല്ലുലൈറ്റിസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്യാസ് ഗാംഗ്രീൻ എന്നാണ് പറയുന്നത്. ദ റിട്ടേഴ്സ് ഡിസീസ്, ഇറ്റ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ സ്റ്റാഫ് ഓറിയസ് ആണ്. അതിൽ തന്നെ എന്താണ് സ്റ്റഫൈലോകോക്കൽ സ്കാൽഡ് സ്കിൻ സിൻഡ്രോം ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സിവിയർ ഫോം ആണ് റിട്ടേഴ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞത്. ദെൻ ടോക്സിക് ഷോക്ക് സിൻഡ്രോം, ഇതും കോസ് ചെയ്യുന്ന ആരെയാണ് നമ്മുടെ സ്റ്റാഫ് ഓറിയസിനാണ് കോസ് ചെയ്യുന്നത്. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആപ്സിസ് കോസ് ചെയ്യുന്നുണ്ട്. അതായത് ലങ് ആപ്സിസ്, സ്കിൻ ആപ്സിസ്, ബ്രെയിൻ ആപ്സിസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആപ്സിസ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഈ ആപ്സിസ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് ഓറിയസ് ആയിരിക്കാം, ദെൻ സ്ട്രെപ് പയോജിൻസ് ആയിരിക്കാം, അനറോബിക് കോക്കെ, ബാക്ടീരിയോയിഡ്സ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, ആക്ടോമൈസറ്റ്സ്, നൊക്കാഡിയ ആൻഡ് സ്യൂഡോമോണാസ്. ഇത്രയും ഓർഗാനിസംസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ആപ്സിസ് കോസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ സ്യൂഡോമോണാസ് കോസ് ചെയ്യുന്ന ആപ്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും നോസോകോമൽ ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് മെയിൻ ആയിട്ട് സ്യൂഡോമോണാസിന്റെ ആപ്സിസ് കിട്ടുന്നത്. ദെൻ പർണക്കിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് സ്ട്രെപ് പയോജിൻസും സ്റ്റാഫും ആണ്. ഇത് അക്യൂട്ട് കേസിലാണെങ്കിൽ സ്ട്രെപ് പയോജിൻസും സ്റ്റാഫും ആയിരിക്കും. ദെൻ ഇതിന്റെ തന്നെ ക്രോണിക് കേസ് ആണെങ്കിൽ ഈക്കോളയും സ്യൂഡോമോണാസും പ്രോട്ടിയസും മിറാബിലിസും ആണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേൺസ് ഉണ്ട്. ബേൺസ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് കോസ് ചെയ്യും. ദെൻ ക്യൂട്ടേനിയസ് ആന്ത്രാക്സ്, പേര് തന്നെ എന്താണ്, നമ്മൾ നേരത്തെ എടുത്തു കഴിഞ്ഞാണ് ബാസിലസ് ആന്ത്രാസിസ് ആണ് കോസ് ചെയ്യുന്നത്. ദെൻ ലെപ്രസി, മൈക്കോബാക്ടീരിയം ലെപ്രെ, ദെൻ പിൻറ്റ, ട്രിപ്പോണിമ സ്പീഷീസ് ആണ് കോസ് ചെയ്യുന്നത്. ദെൻ ലൈം ഡിസീസ്, ബൊറീലിയ എന്ന് പറഞ്ഞ ഓർഗാനിസം കോസ് ചെയ്യുന്നു. ദെൻ വെസിക്കിൾസ് ഓർ പസ്റ്റൂൾസ്, അത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെപ് പയോജിൻസും സ്റ്റാഫ് ഓറിയസും പ്രൊക്കോണിബാക്ടീരിയം, നെസീരിയ സ്പീഷീസ് ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. ദെൻ സ്കിൻ അൾസേഴ്സ് ആണെങ്കിൽ സ്റ്റാഫ് ഓറിയസും സ്ട്രെപ് പയോജിൻസ്, അനറോബിക് കോക്കെ, കോർണിബാക്ടീരിയം, ബാസിലസ് ആന്ത്രാസിസ്, സ്യൂഡോമോണാസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, ഹീമോഫിലസ് ഡൂക്രി, ട്രിപ്പോണിമ സ്പീഷീസ് ആൻഡ് ബൊറീലിയ. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് സ്കിൻ അൾസർ എന്നുള്ള രീതിയിലേക്ക് കോസ് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്ടീരിയൽ, നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ കാണുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മൾ കലത്തിൽ പറയുന്ന പേരാണ് പയോഡെർമ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പയോഡെർമനെ നമ്മൾ അടുത്ത് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. പയോഡെർമനെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രൈമറി പയോഡെർമ ആൻഡ് സെക്കൻഡറി പയോഡെർമ എന്നുള്ള രീതിയിൽ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ പ്രൈമറി പയോഡെർമയ്ക്ക് എക്സാമ്പിൾസ് ആണ് ഇംപെൻഡിഗോ, എക്സിമ, ഫോളിക്കുലൈറ്റിസ്, ദെൻ സെല്ലുലൈറ്റിസ് ഓർ എറിസിപ്പിൾസ്, പയനക്കിയ, സ്റ്റഫൈലോകോക്കൽ സ്കാൽഡ് സ്കിൻ സിൻഡ്രോം, ദെൻ ടോക്സിക് ഷോക്ക് സിൻഡ്രോം. ഇതിനാണ് പ്രൈമറിക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ ഈ പ്രൈമറിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഫോളിക്കുലൈറ്റിസിൽ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസ് ആൻഡ് ഡീപ്പ് ഫോളിക്കുലൈറ്റിസ് എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസ് എന്തായിരിക്കും, നമ്മുടെ സൂപ്പർഫിഷ്യൽ സ്കിന്നിന്റെ മുകളിലായിരിക്കും. ദെൻ ഡീപ്പ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എന്തായിരിക്കും, അണ്ടർലൈൻ ടിഷ്യൂലേക്ക് ഇൻവേഡ് ചെയ്ത് പോകും. ദാറ്റ് ഈസ് എക്സാമ്പിൾസ് ആണ് ഫോളിക്കുലൈറ്റിസ് ഓഫ് ലെഗ്, ഫുറങ്കിൾസ്, കാർബങ്കിൾ, ദെൻ സൈനോസിസ് ബാർബ എന്ന് പറഞ്ഞ ഇൻഫെക്ട് ഡിസീസസ് ഒക്കെ. ഇത്രയാണ് പ്രൈമറിന്റെ അകത്ത് വരുന്നത്. ദെൻ സെക്കൻഡറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡെർമറ്റോസിന്റെ ഇൻഫെക്ഷന്റെ അവിടെ നിന്ന് ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലായിരിക്കും സെക്കൻഡറി ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് എക്ടോപിക് ഡെർമറ്റൈറ്റിസ് ആൻഡ് സ്കേബീസ് ഒക്കെ ഈ സെക്കൻഡറി പയോഡെർമിക് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഇതിനെ പറ്റി ഓരോന്നായിട്ട് നോക്കാം. ഇതിനകത്ത് ഇംപെൻഡിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി കണ്ടാജിയസ് സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻസ് ആയിരിക്കും. ഇതിന് രണ്ട് ടൈപ്പ് ഉണ്ട്, നോൺ ബുള്ളസ് ടൈപ്പും ഉണ്ട്, ബുള്ളസ് ടൈപ്പും ഉണ്ട്. ഇതിനകത്ത് നോൺ ബുള്ളസ് ടൈപ്പ് മെയിൻ ആയിട്ട് കോസ് ചെയ്തത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കയും ദെൻ സ്റ്റാഫ് ഓറിയസിനകത്ത് വരുന്ന ഫേജ് ഗ്രൂപ്പ് 2 ആണ് മെയിൻ ആയിട്ട് ഇൻവോൾവ് ആവുന്നത്. അതേസമയത്ത് ബുള്ളസ് ആകുന്ന സമയത്ത് സ്റ്റാഫ് ഓറിയസ് ആയിരിക്കും. ഇത് നോൺ ബുള്ളസ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് പ്രീ സ്കൂൾ ചിൽഡ്രൻസിനും പിന്നെ അതുപോലെ തന്നെ യങ് സ്കൂൾ ഏജിലായിരിക്കും. അതേസമയത്ത് ബുള്ളസ് ആകുമ്പോൾ എന്തായിരിക്കും, ഓൾ ഏജ് ഗ്രൂപ്പിന് ഈക്വൽ ആയിട്ട് ഇൻഫെക്ഷൻ കിട്ടുന്നുണ്ട്. നോൺ ബുള്ളസ് ടൈപ്പിൽ നമുക്ക് കാണാൻ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെസിക്കിൾ ഉണ്ടാവും. ആ വെസിക്കിളിന്റെ വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി തിൻ വാൾഡ് വെസിക്കിൾ ആയിരിക്കും. ഇത് എവിടെ വിത്ത് ആൻഡ് എരിത്രമാറ്റസ് ബേസും ഉണ്ടാവും. ബേസിൽ എന്തായിരിക്കും, ഒരു റെഡ് കളറും ഉണ്ടാവും. അതിന്റെ തിൻ ഏരിയ, അതിന്റെ മുകളിലായിട്ട് എന്തായിരിക്കും, ഒരു വെസിക്കിൾ ഫോർമേഷൻ ഉണ്ടാവും. ആ വെസിക്കിൾ വളരെ തിന്നും ആയിരിക്കും.
അതേസമയത്ത് ബുള്ളസിലാകുമ്പോൾ എന്ത് സംഭവിക്കും? ബുള്ളേ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 to 2 സെന്റിമീറ്റർ ആയിരിക്കും. ദെൻ നോൺ ബുള്ളസ് ആണെങ്കിൽ ട്രാൻസിയന്റ് ആയിരിക്കും. മറ്റേ ബുള്ളസ് ആകുമ്പോൾ എന്തായിരിക്കും? ഒരു പെർസിസ്റ്റ് ഫോർ 2 to 3 days ഉണ്ടാവത്തുള്ളൂ. ഈ നോൺ ബുള്ളസിന്റെ ടൈപ്പിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോയിഷ് ബ്രെയിൻ ക്രസ്റ്റ് ആയിരിക്കും. യെല്ലോ കളർ തിക്നെസ് ആയിരിക്കും കാണാൻ പറ്റുക. അതേസമയത്ത് ബുള്ളസ് ആകുന്ന സമയത്ത് തിൻ ഫ്ലാറ്റ് ബ്രൗണിഷ് ക്രസ്റ്റ് ആയിരിക്കും. ആ ക്രസ്റ്റിൽ വ്യത്യാസമുണ്ട്. മറ്റേ നോൺ ബുള്ളസ് ആകുമ്പോൾ എന്തായിരിക്കും? യെല്ലോയിഷ് ക്രസ്റ്റ് ആയിരിക്കും. ബുള്ളസ് ആകുമ്പോൾ ബ്രൗണിഷ് ക്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ നോൺ ബുള്ളസിന്റെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? അതിന്റെ ഹീലിംഗ് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറഗുലർ പെരിഫറൽ എക്സ്റ്റൻഷൻ വിത്തൗട്ട് ഹീലിംഗ്സ് ആയിരിക്കും. അതേ സമയത്ത് ബുള്ളസിൽ എന്തായിരിക്കും? സെൻട്രൽ ഹീലിംഗ് വിത്ത് പെരിഫറൽ എക്സ്റ്റൻഷൻ ആയിരിക്കും. ഇവിടെ സെൻട്രലി ഹീൽ ചെയ്തിട്ട് പിന്നെ പെരിഫറിലേക്ക് മൂവ് ചെയ്യാണ് ബുള്ളസിൽ ചെയ്യുന്നത്. അതേസമയത്ത് നോൺ ബുള്ളസിൽ എന്തായിരിക്കും? ഇറഗുലർ പെരിഫറൽ എക്സ്റ്റൻഷൻ ആയിരിക്കും. അതിന് തോന്നിയ പോലെ ആയിരിക്കും അതിന്റെ പെരിഫറിൽ ഉണ്ടാകുന്ന എക്സ്റ്റൻഷനും. ഇവിടെ ഒരിക്കലും ഹീലിംഗ് അങ്ങനെ നടക്കുന്നില്ല. ദെൻ നോൺ ബുള്ളസിൽ റീജിയണൽ അഡ്നൈറ്റിസ് കോമൺ ആയിരിക്കും, ബുള്ളസിൽ ആബ്സെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നോൺ ബുള്ളസിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് പ്രസന്റ് ആയിരിക്കും, ബുള്ളസിൽ ആബ്സെന്റ് ആയിരിക്കും. ഈ നോൺ ബുള്ളസ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് ഫേസിലൊക്കെ ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ ആൻഡ് അറൌണ്ട് നോസ്, മൗത്ത്, പിന്നെ ലിപ്സിലൊക്കെ ആയിരിക്കും കണ്ടുവരുന്നുണ്ടാവുക. അതേസമയത്ത് ബുള്ളസ് ടൈപ്പ് എവിടെ വേണമെങ്കിലും അക്വയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നോൺ ബുള്ളസ് പാംസിലും സോളിലും സ്പ്രെഡ് ആവുന്നുണ്ട്. മറ്റേ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ വേണമെങ്കിലും സ്പ്രെഡ് ആവാം. ചില സമയത്ത് വേണമെങ്കിൽ പാംസിലും സോൾസിലും കണ്ടുവരാനും ചാൻസസ് ഉണ്ട്. ഈ ഇംപെൻഡിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇംപെൻഡിഗോയുടെ ഇമേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Then next one is the eczema. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് സ്റ്റാഫ് ഓറിയസും പിന്നെ അതുപോലെ തന്നെ സ്റ്റെഫലോകോക്കസ് ആണ് മെയിൻ ആയിട്ട് സ്റ്റാഫ് ഓറിയസും പിന്നെ അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കയാണ് മെയിൻ ആയിട്ട് ഈ ഡിസീസ് കോസ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻസിലാണ്, ചെറിയ കുട്ടികളാണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ എങ്ങനെ ഉണ്ടാവും? ഒരു സ്മോൾ ബുള്ളൈ അല്ലെങ്കിൽ പസ്റ്റ്യൂൾസ് ഓൺ എരിത്രിമാറ്റസ് ബേസ് ആയിരിക്കും. ഇവിടെ കണ്ടില്ല, എരിത്രിമാറ്റസ് ബേസ് ആണ് കാണുന്നത്. ഇത് എൽഡർലി ഫോർമേഷൻ ഓഫ് അഡിഹറന്റ് ഡ്രൈ ക്രസ്റ്റ് ഫോർമേഷൻ ആയിട്ട് ഉണ്ടാവും. അതായത് നമ്മുടെ ഈ ഒരു എന്താ പറയാ, നമ്മൾ മുറിവൊക്കെ ഉണ്ടായി ഒരു പൊട്ട കെട്ടി എന്ന് പറയില്ല, അതേ രീതിയിലുള്ള അപ്പിയറൻസ് ആയിരിക്കും, ഒരു ഡ്രൈ ക്രസ്റ്റ് രീതിയിലുള്ള അപ്പിയറൻസ് ആയിരിക്കും ഇവിടെ കണ്ടുവരുന്നുണ്ടാവാം. ഇത് മെയിൻ ആയിട്ട് ചില കേസിൽ എന്തുണ്ടാവും? അൾസേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ബേസിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതെപ്പോഴും വെച്ചാൽ ഇൻഡുറേറ്റഡ് ബേസ് ആയിരിക്കും. ചില സമയത്ത് ഹീൽ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഹീൽ വിത്ത് സ്കാർ ആൻഡ് പിഗ്മെന്റേഷൻ. ഒരു ഇതെന്തായാലും ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു കല അവിടെ ഉണ്ടാവാം. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടക്സിലും തൈസിലും ലെഗ്സിലും ഒക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഏരിയാസ്. വളരെ ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളിക്കുലൈറ്റിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസ് ഉണ്ട്, ഡീപ്പ് ഫോളിക്കുലൈറ്റിസ് ഉണ്ട്. ഇതിനകത്ത് സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എന്താണ്? ഇൻഫെക്ഷൻ ഓഫ് ഹെയർ ഫോളിക്കിൾസ് ആണ്. ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്ന സ്റ്റാഫ് ഓറിയസ് ആണ്, ബാക്ടീരിയയിൽ കോസ് ചെയ്യുന്ന സ്റ്റാഫ് ഓറിയസ് ആണ്. ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ചിൽഡ്രൻസിലായിരിക്കും. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പിലും ലിപ്സിലും ഒക്കെ ആയിരിക്കും ഉണ്ടാവും. ഇത് നോർമലി പെയിൻലെസ് ആയിരിക്കും, പക്ഷെ ചില കേസിൽ എന്തായിരിക്കും? പെയിൻഫുൾ ഉണ്ടാവാം. ദാറ്റ് ഈസ് റയർലി പെയിൻഫുൾ ആയിരിക്കും. ഇത് വിത്തിൻ വീക്സിനുള്ളിൽ തന്നെ ഇതങ്ങ് ഹീൽ ചെയ്ത് പോകും. സ്റ്റാഫിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇതാണ് സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസിന്റെ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, ഇവിടെ ഒരു എൻലാർജ്മെന്റ് ആയിട്ടുള്ള. ദെൻ ഡീപ്പ് ഫോളിക്കുലൈറ്റിസ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് പറഞ്ഞാൽ ലെഗ്സിലായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ക്രോണിക് ഇൻഫെക്ഷൻ ആയിരിക്കും. ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്ന സ്റ്റാഫ് തന്നെയായിരിക്കും. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ലെഗിൽ ഉണ്ടാകുന്ന ഹെയർ ഫോളിക്കിൾസിലായിരിക്കും. ഇത് മൾട്ടിപ്പിൾ സൈറ്റ് കാണാൻ പറ്റും ലെഗ് ഫോളിക്കുലൈറ്റിസ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അട്രോഫിക് സ്കാർ അപ്പിയറൻസ് ആയിരിക്കും കാണാൻ പറ്റും. ഫുറങ്കിൾസ് ഇറ്റ് ഓൾസോ നോൺ ആസ് ബോയിൽസ്. ഇത് അക്യൂട്ട് ഇൻഫെക്ഷൻ ആയിരിക്കും. ഇത് മെയിൻലി കോസ് ബൈ സ്റ്റാഫ് ഓറിയസ് ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ ഫോളിക്കുലർ നോഡ്യൂൾ, പസ്റ്റൂൾ, നെക്രോട്ടിക് ഡിസ്ചാർജിങ് പസ് ആയിരിക്കും. അതേ രീതിയിലായിരിക്കും ഇതിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുക. ആദ്യം ഇനീഷ്യൽ ചെറിയ സ്മോൾ നോഡ്യൂൾ ആയിരിക്കും ഉണ്ടാവുക. ഇതിന് അതിന്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു? പസ് പറഞ്ഞ് പസിന്റെ അക്യുമുലേഷൻ നടക്കും. ദാറ്റ് ഈസ് പസ്റ്റൂൾ എന്ന് പറയുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ആ നെക്രോസിസ് ചെയ്തിട്ട് എന്ത് ഡിസ്ചാർജ് ഡ്രെയിനിങ് പസ് ആയിരിക്കും അതിന്റെ അകത്ത് ഉണ്ടാവുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി പെയിൻഫുൾ ആയിരിക്കും. ഇതിന്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും? കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസും ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് മെയിനായിട്ട് ഇത് ഹീൽ ചെയ്യുന്ന സമയത്ത് സ്കാർ ഫോർമേഷൻ ഉണ്ടാവും. ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത് അഡൽട്സിലായിരിക്കും. ഇത് മെയിനായിട്ട് കണ്ടുവരുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്ക്, റിസ്റ്റ്, വേസ്റ്റ്, ബട്ടക്സ്, ഫേസിലൊക്കെ ആയിരിക്കും മെയിനായിട്ട് കണ്ടുവരുന്നത്. ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൽന്യൂട്രീഷൻ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ സെപ്റ്റിസിമിയ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. കണ്ടില്ല? Then ഇതാണ് ഫുറങ്കിൾസിന്റെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല.
Then next one is the carbuncle. ഇത് മെയിൻ ആയിട്ട് കോഴ്സ് സ്റ്റാഫ് ഓറിയസ് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ മിഡിൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഉള്ള ഇൻഡിവിജ്വൽസിനെ കണ്ടുവരുന്നത്. ഇൻഫാൻസ് അങ്ങനെ കണ്ടുവരാറില്ല. ഇതിന് മെയിൻ പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർലൈങ് ഡയബറ്റീസ്, then malnutrition, severe generalized dermatosis during prolonged steroid therapy. അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യന്റ് ആയിരിക്കുക, അല്ലെങ്കിൽ ഫുഡ് അഡിക്കേറ്റ് കിട്ടാതിരിക്കുക, ഞാൻ എന്തെങ്കിലും ഡെർമറ്റോഫൈറ്റിക് അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസ് അണ്ടർലൈൻ ഓൾറെഡി ഉണ്ടായുള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫലമായിട്ട് നമ്മൾ സ്റ്റിറോയിഡ് തെറാപ്പി അല്ലെങ്കിൽ സ്റ്റിറോയിഡ് അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്കാർക്കാണ് മെയിൻ ആയിട്ട് കാർബൺസ് കണ്ടുവരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി പെയിൻഫുൾ ആയിരിക്കും. എന്തുണ്ടാവും? പസ് പ്രൊഡ്യൂസിങ് ഡ്രെയിനേജിങ് പസ് ഉണ്ടാവും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഓറിഫൈസിൽ നിന്ന് എന്തുണ്ടാവാൻ ചാൻസസ് കൂടുതലുണ്ട്. ഈ ഡ്രെയിനേജ് പസ് ഉണ്ടാവാം. നെക്രോസിസ്, സ്കിന്നിന്റെ മുകളിൽ എന്തുണ്ടാവാം? നെക്രോസിസ് ഉണ്ടാവാം. ചില കേസിൽ ലാർജ് ഡീപ്പർ അൾസേഴ്സ് ഉണ്ടാവും. അലോങ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസും ഉണ്ടാവും. ഇതാണ് കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്, പൊട്ടാൻ പോകുന്നുള്ളൂ. ഫൈനലി ഈ ഒരു രീതിയിലേക്കാണ് മാറുന്നത്. സൈക്കോസിസ് ബാർബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ പേര് തന്നെ ബാർബ എന്തായിരിക്കും? ബിയർഡ് റീജിയനിലായിരിക്കും മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. അവിടെ എന്തുണ്ടാവും? ഒരു പസ്റ്റ്യൂൾസ് ഉണ്ടാവും, സറൗണ്ടഡ് ബൈ എരിത്തീമിയ ആയിരിക്കും ഉണ്ടാവാം. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് മെയിൽസിലായിരിക്കും, ആഫ്റ്റർ പ്യൂബർട്ടിയിലായിരിക്കും കണ്ടുവരിക. അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ, ആഫ്റ്റർ ട്രോമയിലും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് അപ്പർ ലിപ്സിലും ചിന്നിലും ഒക്കെയാണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. ഇത് മെയിൻ കോസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് ഓറിയസ് ആണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. കണ്ടില്ല? സെല്ലുലൈറ്റിസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അക്യൂട്ട്, സബ് അക്യൂട്ട് ആയിട്ട് ക്രോണിക് ഉണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ പാത്തോജനിസ്, ബേസ്ഡ് ഓൺ ഓർഗാനിസം ഇൻവോൾവ് എയറോബിക് ഉണ്ട്, അനറോബിക് സെല്ലുലൈറ്റിസ് ഉണ്ട്. അനറോബിക് സെല്ലുലൈറ്റിസിന് എക്സാമ്പിൾ ആണ് ഗ്യാസ് ഗാംഗ്രീൻ. ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് ക്ലോസ്ട്രീഡിയം പെർഫെൻജൻസ് ആണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഇൻഫർമേഷൻ ഓഫ് ലോസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് ആയിരിക്കും. നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഉണ്ടാവുന്ന ഇൻഫർമേഷൻ കൾച്ചറിൽ പറയുന്ന പേരാണ് സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നോർമലി കോസ് ചെയ്യുന്നത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കെ ആണ്. ഇതെന്തായിരിക്കും? ഒരു എരിത്രിമാറ്റസ്, എഡിമാറ്റസ് സ്വെല്ലിങ്സ് ഉണ്ടാവും ആൻഡ് പെയിൻ ആൻഡ് ടെൻഡർനെസ്സും അസോസിയേറ്റഡ് വിത്ത് ഉണ്ടാവും. ഇതിന് അനറോബിക് കണ്ടീഷൻസ് ആണെങ്കിൽ മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ക്ലോസ്ട്രീഡിയം പെർഫെൻജൻസ് ആയിരിക്കും അനറോബിക് കണ്ടീഷൻസ് കോസ് ചെയ്യുന്നുണ്ടാവും. Then pyrexia എന്ന് പറഞ്ഞ കണ്ടീഷൻ, ഇറ്റ് ഇസ് ആൻ അക്യൂട്ട് ഇൻഫെക്ഷൻ ആയിരിക്കും. there is a erythematic swelling of proximal and lateral nail fold ആയിരിക്കും. അതായത് നമ്മുടെ ഈ പ്രോക്സിമലിലും അതുപോലെ തന്നെ ലാറ്ററൽ നെയിൽ ഫോൾഡ്സ് എന്തുണ്ടാവാം? സ്വെല്ലിങ്സ് ഉണ്ടാവുന്നു. അവിടെ തൊടുന്ന സമയത്ത് എന്തായിരിക്കും? എക്സ്ട്രീംലി പെയിൻഫുൾ ആയിരിക്കും. നമ്മുടെ ഈ ഒരു ഇമേജ് ആണ് കാണിക്കുന്നത്. കണ്ടില്ല? Then Ritter's disease. Ritter's disease നെ പറ്റി നിങ്ങൾ സ്റ്റാഫിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ദ എക്സോടോക്സിൻ ഓഫ് സ്റ്റാഫിന്റെ ഇൻഫെക്ഷൻ ഫലമായി ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് എക്സോടോക്സിൻ ഓഫ് സ്റ്റാഫ് ആയിരിക്കും. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് ഇൻഫാൻസിലും ചിൽഡ്രൻസിലാണ്. റെഡ് കളർഡ് സ്കിൻ ആയിട്ട് മാറുന്നു. ഇത് ഹീൽസ് വിത്തിൻ 17 to 40 ഡേയ്സിനുള്ളിൽ ഹീൽ ചെയ്യും. ദെൻ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് കോംപ്ലിക്കേഷൻസ്, ദാറ്റ് ഈസ് 2% ഓഫ് ഇൻഡിവിജ്വൽസിന് മാത്രമേ കോംപ്ലിക്കേഷൻസ് ഉള്ള രീതിയിൽ ലീഡ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് കോംപ്ലിക്കേഷൻ മെയിൻലി ഇൻക്ലൂഡ് സെല്ലുലൈറ്റിസ് ആൻഡ് ന്യൂമോണിയ എന്നുള്ള കണ്ടീഷനിലേക്കാണ് വരുന്നത്. കണ്ടില്ല? ഇതാണ് റിട്ടേഴ്സ് ഡിസീസിന്റെ സിവിയർ ഫോം ആണിത്. ഈ റെഡ് കളറിലുള്ള റാഷ് ആയിരിക്കും ഉണ്ടാവുക. Then necrotizing fasciitis. Necrotizing fasciitis is the infection of the fascia over നമ്മുടെ മസിലിന്റെ മുകളിലുള്ള സ്കിന്നിന്റെ ഇൻഫെക്ഷൻ വരുന്ന കളത്തിൽ പറയുന്ന പേരാണ് necrotizing fasciitis. Remember, soft tissue caused by, ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കെ, സ്റ്റാഫ് ഓറിയസും then ബാക്ടീരിയോയിഡ്സ് ആൻഡ് ക്ലോസ്ട്രീഡിയം സ്പീഷീസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇത് കോസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിലും ഈ ഒരു ഇൻഫെക്ഷൻ വരാറുണ്ട്. മെയിൻ ആയിട്ട് വെച്ചാൽ തോറാക്സിക് അല്ലെങ്കിൽ അബ്ഡോമിനൽ സർജറി ഒക്കെ നടക്കുന്ന ഫലമായിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഇൻഫെക്ഷൻ വരാം. ആ സമയത്ത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് സ്റ്റാഫ് ഓറിയസും പ്രോട്ടിയസും പിന്നെ അതുപോലെ തന്നെ അനറോബിക് സ്ട്രെപ്റ്റോകോക്കെ ഒക്കെയാണ് ആ ഒരു സമയത്ത് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ഇതാണ് then myositis. Myositis എന്ന് പറഞ്ഞാൽ മസിൽ പെയിൻ ആണ്. That is, it may vary from necrosis of muscle to necrotizing cutaneous myositis or anaerobic myonecrosis. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിലിന്റെ മുകളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്ന ഒരു കൾട്ടിൽ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് മസിൽസിനാണ് നമ്മൾ മയോസൈറ്റിസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. Then etiology of infection of the epidermis and dermis, മെയിൻ ആയിട്ട് സ്ട്രെപ് പയോജൻസ് കോസ് ചെയ്യുന്നത് എറിസിപ്പിൾസ്, ഇംപെൻഡിഗോ സെല്ലുലൈറ്റിസ്, സ്റ്റാഫ് ഓറിയസ് ആണെങ്കിൽ ഇംപെൻഡിഗോ സെല്ലുലൈറ്റിസ് ഫ്രഗൽസ്, കോർണി ബാക്ടീരിയം ആണ് കോസ് ചെയ്യുന്നെങ്കിൽ എരിത്രീമയാണ് കോസ് ചെയ്യുന്നത്, എരിത്രാസ്മിയാണ് കോർണി ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നെങ്കിൽ എരിത്രാസ്മിയാണ് കോസ് ചെയ്യുന്നത്. Then subcutaneous tissue infection മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് ക്ലോസ്ട്രീഡിയം പെർഫെൻജൻസ്, ക്ലോസ്ട്രീഡിയം നോവി, ക്ലോസ്ട്രീഡിയം സെപ്റ്റിക്കം, ബാസിലസ് സ്പീഷീസ്, ബാക്ടീരിയോയിഡ്സ്,
പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കെ, സ്ട്രെപ്റ്റോകോക്കസ് സ്റ്റാഫ് ഓറിയസ്, ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കെ ഒക്കെയാണ് മെയിൻ ആയിട്ട് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ദെൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വൂണ്ട് ഇൻഫെക്ഷൻ മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് സ്റ്റാഫ് ഓറിയസ്, കോൺസ്, സ്ട്രെപ് പയോജിൻസ്, പ്രോട്ടിയസ്, സ്യൂഡോമോണാസ്, ബാക്ടീരിയോയിഡ്സ്, പ്രൊമോട്ടല്ല സ്പീഷീസ്. ഇതിനകത്ത് ഹോസ്പിറ്റൽ ആണെങ്കിൽ മെയിൻ ആയിട്ട് ഒന്നും നോക്കണ്ട, സ്റ്റാഫും കോൺസും സ്യൂഡോ ആണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ദെൻ ബേൺസും വൂൺസും ആണെങ്കിൽ സ്റ്റാഫ് എപ്പിഡെർമിസും, ദെൻ എൻട്രോബാക്ടീരിയേസിയ സ്പീഷീസ്, സ്യൂഡോമോണാസ്, പ്രോട്ടിയസ്, ദെൻ ബാക്ടീരിയോയിഡ്സ് ആണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.